നോക്കാൻ പോകുന്നത് ദ ലിറ്റിൽ ഗേൾ എന്ന് പറയുന്ന 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് നോക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാനലിലേക്ക് വീഡിയോയിലേക്ക് നോക്കാം. To the little girl, he was a figure to be feared and avoided. Every morning before going to work, he came into her room and gave her a casual kiss, to which she responded with "Goodbye, father." And oh, there was a glad sense of relief when she heard the noise of the carriage growing fainter and fainter down the long road. അപ്പോൾ ഈ ലിറ്റിൽ ഗേളും ഒരു ഫാദറുമായിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ഒരടുപ്പം, അതാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഫാദർ വന്ന് ആ ലിറ്റിൽ ഗേളിൻ്റെ അടുത്ത് പോവുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇത്രയും നേരം അവൾ പേടിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഈ ഫാദറിൻ്റെ ഭയങ്കര പേടിയാണ് ഈ ലിറ്റിൽ ഗേളിന്. അപ്പോൾ ആ പോകാൻ നേരത്ത് ഗുഡ് ബൈ ഒക്കെ പറയും. പിന്നെ ആ ഫാദറിൻ്റെ പോകുന്ന ആ വാഹനത്തിൻ്റെ ആ കരേജിൻ്റെ സൗണ്ട് ഇങ്ങനെ പതുക്കെ കുറഞ്ഞു വരുമ്പോഴാണ് അവർക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു ആശ്വാസമൊക്കെ ഉണ്ടാകുന്നത്. In the evening, when he came home, she stood near the staircase and heard his loud voice in the hall. "Bring my tea into the drawing room. Hasn't the paper come yet? Mother, go and see if my paper's out there and bring me my slippers." അപ്പോൾ ഒരു ഈവനിങ് ആകുമ്പോൾ എന്താ, ഈ പെൺകുട്ടി ഒന്ന് സ്റ്റെയർ കേസിൽ നിൽക്കും ഈ ഫാദറിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫാദർ വന്നിട്ട് ലൗഡ് വോയിസ് പറയുകയാണ്, എൻ്റെ ടീ ഞാൻ ഡ്രോയിങ് റൂമിലേക്ക് കൊണ്ടുവരിക, ഇതുവരെ പേപ്പർ വന്നില്ലേ, പേപ്പർ എടുത്തുകൊണ്ട് വരിക, എൻ്റെ സ്ലിപ്പേഴ്സൊക്കെ എടുത്തുകൊണ്ട് പോകാം എന്നൊക്കെ പറയുന്നത് ഈ ലിറ്റിൽ ഗേൾ കേൾക്കുകയാണ്. "Kezia, mother would call to her, if you are a good girl, you can come down and take off father's boots." Slowly, the girl would slip down the stairs, more slowly still across the hall, and push open the drawing room door. അപ്പോൾ അത് കഴിയുമ്പോൾ മദർ ഈ നമ്മുടെ ലിറ്റിൽ ഗേളിൻ്റെ പേരാണ് കെസിയ. എന്താ, ഇപ്പം നല്ല കുട്ടിയാണെങ്കിൽ പോയി ഫാദറിൻ്റെ എന്താ ബൂട്ട്സ്, ചെരുപ്പ് അഴിച്ചു മാറ്റുന്നൊക്കെ പറയും. അപ്പോൾ ഈ ഗേൾ പതുക്കെ ചെന്ന് ഡ്രോയിങ് റൂമിൻ്റെ കഥകളൊക്കെ പതുക്കെ തുറന്ന്, ബൈ ദാറ്റ് ടൈം ഹി ഹാഡ് ഹിസ് സ്പെക്ടക്കിൾസ് ഓൺ ആൻഡ് ലുക്ക്ഡ് at her over them in the way that was terrifying to the little girl. അപ്പോൾ ഈ ഡ്രോയിങ് റൂമിൻ്റെ കഥ തുറന്നപ്പോൾ ഈ ഫാദർ ഇങ്ങനെ സ്പെക്ടക്കിൾസ് മറ്റേ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് ഈ ലിറ്റിൽ ഗേളിനെ ഒന്ന് നോക്കി. "Well, Kezia, hurry up and pull off these boots and take them outside. Have you been a good girl today?" അപ്പോൾ ഫാദർ പറയുകയാണ്, കെസിയ പെട്ടെന്ന് എൻ്റെ ബൂട്ട്സൊക്കെ അഴിച്ച് എന്താ പുറത്ത് കൊണ്ട് വയ്ക്കുക, ഇന്ന് നീ നല്ല കുട്ടിയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഐ ഡു നോട്ട് നോ ഫാദർ എന്ന് വെച്ചാൽ അവൾ കുറച്ച് വിക്കിയാണ് പറയുന്നത്, ഡു നോട്ട് എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ എനിക്കറിയില്ല ഫാദർ എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൊണ്ട് അത് ആൾക്കാരല്ലേ പറയാനുള്ളത്. "യു ഡോണ്ട് നോ ഇഫ് യു സ്റ്റട്ടർ ലൈക്ക് ദാറ്റ് മദർ വിൽ ഹാവ് ടു ടേക്ക് യു ടു ദ ഡോക്ടർ." അപ്പോൾ നീ ഇങ്ങനെ സ്റ്റട്ടർ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ വിക്കിക്കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യേണ്ടി വരും, മദറിന് നിന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. "She never stuttered with other people, had quite given it up, but only with father, because then she was trying so hard to say the words properly." അപ്പോൾ അവൾ ബാക്കിയുള്ള പുറത്തുള്ള ആൾക്കാരുടെ അടുത്തൊന്നും സ്റ്റട്ടർ ചെയ്യാറില്ല. കാരണം എന്താണ്, അവൾ ആ വാക്യം അങ്ങ് വിട്ടുകളയും. ഇപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ വിൽക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആ വാക്യം അങ്ങ് വിട്ടുകളഞ്ഞിട്ടാണ് വാക്ക് പറയുന്നത്. പക്ഷേ ഫാദറിൻ്റെ അടുത്ത് അവൾ എന്താ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വേർഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സ്റ്റട്ടറിങ് വരുന്നത്. "What's the matter? What are you looking so wretched about? Mother, I wish you taught this child not to appear on the brink of suicide. Here, Kezia, carry my teacup back to the table carefully." അപ്പോൾ എന്താ പറ്റിയെന്നൊക്കെ തിരക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, കെസിയ ഈ ടീക്കപ്പ് കൊണ്ട് തിരിച്ച് ടേബിളിൽ സൂക്ഷിച്ച് വയ്ക്കും. "He was so big, his hands and his neck, especially his mouth when he yawned. Thinking about him alone was like thinking about a giant." അപ്പോൾ ഫാദറിൻ്റെ ഫിഗർ എന്ന് പറയുമ്പോൾ വലിയ ഹ്യൂജ് ആയിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ വലിയ കൈയും കാലും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ ഫാദറിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു ജയന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെയാണെന്നാണ് ഈ ഡോട്ടറിന് തോന്നുന്നത്. On Sunday afternoons, grandmother sent her down to the drawing room to have a nice talk with father and mother. But the little girl always found mother reading and father stretched out on the sofa, his handkerchief on his face, his feet on one of the best cushions, sleeping soundly and snoring. അപ്പോൾ ഈ ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ഉച്ചതിരിഞ്ഞ് ഈ ഗ്രാൻഡ് മദർ നമ്മുടെ
ലിറ്റിൽ ഗേളിനെ ഡ്രോയിങ് റൂമിലേക്ക് പറഞ്ഞയക്കും എന്തിനാണെന്ന് വെച്ചാൽ ഈ ഫാദറുമായിട്ടും മദറുമായിട്ടും നല്ല രീതിയിൽ ഒരു നൈസ് ടോക്കിന് വേണ്ടി, ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ ചിലപ്പോൾ ഈ ലിറ്റിൽ ഗേൾ കാണുന്നതെന്ന് വെച്ചാൽ മദർ അവിടെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഫാദർ അവിടെ ആ സോഫയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. She sat on a stool, gravely watched him until he awoke and stretched and asked the time, then looked at her. അപ്പോൾ അവളിങ്ങനെ സ്റ്റൂളിലിരിക്കും, എന്നിട്ട് ആ ഫാദറെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫാദർ കുറച്ച് കഴിയുമ്പോൾ എണീച്ച് സമയമൊക്കെ തിരക്കും, എന്നിട്ട് ഈ കെസിയെ നോക്കി. ഡോണ്ട് സ്റ്റെയർ സോ കെസിയ, യു ലുക്ക് ലൈക്ക് എ ലിറ്റിൽ ബ്രൗൺ ഔൾ. ഫാദർ പറഞ്ഞെന്താണ്, അങ്ങനെ തുറിച്ച് നോക്കരുത് കെസിയ, ഇന്ന് ഇപ്പോൾ കാണുമ്പോൾ എന്ത് കണക്കാണ് തോന്നുന്നത്, ഒരു ചെറിയ ബ്രൗൺ ഔൾ, മൂങ്ങിയ കണക്കാണ് തോന്നുന്നത്. വൺ ഡേ when she was kept indoors with a cold, her grandmother told her that father's birthday was next week and suggested she should make him a pin cushion for a gift of a beautiful piece of yellow silk. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കോൾഡ് പിടിച്ച് കെസിയ വീട്ടിനകത്തായിരുന്നു. ആ സമയത്ത് ഗ്രാൻഡ് മദർ പറഞ്ഞു, നിൻ്റെ ഫാദറിൻ്റെ ബർത്ത്ഡേ അടുത്ത വീക്കാണ്, അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, ഒരു പിൻ കുഷൻ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ പീസ് ഓഫ് സിൽക്ക്, യെല്ലോ സിൽക്ക് വെച്ച് ഉണ്ടാക്കുക, അങ്ങനെയുള്ള പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാക്കണം, അത് കൊടുക്കണം എന്നാണ് ഗ്രാൻഡ് മദർ പറഞ്ഞത്. Laboriously, with a double cotton, the little girl stitched 3 sides. But what to fill it with? That was the question. The grandmother was out in the garden and she wandered into mother's bedroom to look for scraps. On the bed table, she discovered a great many sheets of fine paper, gathered them up, tore them into tiny pieces and stuffed her case, then sewed up the 4th side. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ഡബിൾ കോട്ടൺ തുണിയൊക്കെ വെച്ച് 3 സൈഡ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ അവർക്ക് ഡൗട്ട് എന്ത് ഫില്ല് ചെയ്യണം. അങ്ങനെ ഗ്രാൻഡ് മദറിൻ്റെ സഹായത്തോടു കൂടി ഈ മദറിൻ്റെ ബെഡ്റൂമിലെ ആ ടേബിളിലിരുന്ന ഒരുപാട് ഷീറ്റ്സ്, ഫൈൻ പേപ്പർ ഷീറ്റ്സ് എടുത്തുകൊണ്ട് വന്ന് അത് കീറി അതിനകത്ത് നിറച്ച് ആ 4ാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തു. That night there was a hue and cry in the house. Father's great speech for the Port Authority had been lost. Rooms were searched. Servants questioned. Finally, mother came into Kesia's room. അപ്പോൾ ആ രാത്രി ആ വീട്ടിൽ വലിയൊരു പ്രശ്നമുണ്ടായി. കാരണം എന്ന് വെച്ചാൽ ആ പോർട്ട് അതോറിറ്റിക്ക് മുമ്പ് നടത്തേണ്ട ഫാദറിൻ്റെ ഒരു സ്പീച്ച്, ഒരു നല്ല സ്പീച്ച് കളഞ്ഞുപോയി. അപ്പോൾ റൂമെല്ലാം തലപ്പി സെർവൻറ്റിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു. അവസാനം മദർ കെസിയയുടെ റൂമിൽ വന്നു. കെസിയ, ഐ സപ്പോസ് യു ഡിഡൻ സീ സം പേപ്പേഴ്സ് ഓൺ എ ടേബിൾ ഇൻ യുവർ റൂം. അപ്പോൾ കെസിയോട് ചോദിക്കുകയാണ്, കെസിയ ഞാൻ വിചാരിക്കുന്നു എൻ്റെ കയ്യിൽ ആ ടേബിളിൽ റൂമിൽ ആ ടേബിളിലിരുന്ന ആ പേപ്പറൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മദർ ചോദിക്കുകയാണ്. അപ്പോൾ കെസി പറയുന്നു, ഓ യെസ് ഷി സെഡ്, ഐ ടോർ ദം അപ്പ് ഫോർ മൈ സർപ്രൈസ്. അപ്പോൾ കെസി പറഞ്ഞ എന്താണ്, കിട്ടി, അത് ഞാൻ കീറി, ഒരു സർപ്രൈസിന് വേണ്ടി അത് കീറി എന്ന് പറഞ്ഞു. വാട്ട് സ്ക്രീം മദർ, കം സ്ട്രേറ്റ് ഡൗൺ ടു ദ ഡൈനിങ് റൂം വിത്ത് ദിസ് ഇൻസ്റ്റൻറ്റ്. അപ്പോൾ മദർ പറഞ്ഞ എന്താ നീ ചെയ്തേ, അപ്പോൾ ഇപ്പം തന്നെ താഴെ ഡൈനിങ് റൂമിലേക്ക് വരണം, ഇപ്പം തന്നെ വരണം. ആൻഡ് ഷി വാസ് ഡ്രാഗ് ഡൗൺ ടു വെയർ ഫാദർ വാസ് പേസിങ് ടു ആൻഡ് ഫ്രോ, ഹാൻഡ്സ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. അപ്പോൾ അവളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. താഴെ ഫാദർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, കൈയൊക്കെ പിറകെ കെട്ടി നടക്കുകയാണ്, അങ്ങോട്ട് ഈ നമ്മുടെ കെസിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. വെൽ, he said sharply. Mother explained. He stopped and stared at the child. Did you do that? No, she whispered. Mother, go up to her room and fetch down the damned thing. See that the child's put to bed this instant. അപ്പോൾ അവസാനം ഈ മദർ വന്ന് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു. അവസാനം ഫാദർ ചോദിക്കുകയാണ്, അങ്ങനെ നീ ചെയ്തു എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ലെന്ന് കെസിയ വിസ്പർ ചെയ്യുന്നുണ്ട്. അവസാനം അവളുടെ റൂമിൽ പോയി ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. Trying too much to explain, she lay in the shadowed room watching the evening light make a sad little pattern on the floor. Then father came into the room with a ruler in his hand. I am going to beat you for this, he said. Oh no, she screamed, hiding under the bedclothes. He pulled them aside. Sit up, he ordered, and hold out your hands. You must be taught once and for all not to touch what does not belong to you. But it was for your birthday. Down came the ruler on her little pink palms. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ
കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്, ഈ റൂമിലവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഫാദർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റിക്കുമായിട്ട് വന്നു. എന്നിട്ട് പറയുകയാണ്, നീ ചെയ്തതിന് നിനക്ക് ഇനി അടി കിട്ടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. കെസി അവിടെ കരയുന്നുണ്ട്. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു, കെസിയെ അടിച്ചു. Hours later, when grandmother had wrapped her in a shawl and rocked her in the rocking chair, the child clung to her soft body. What did God make father for? She sobbed. Here's a clean hanky, darling. Blow your nose. Go to sleep, pet. You will forget all about it in the morning. I tried to explain to father, but he was too upset to listen tonight. But the child never forgot. Next time she saw him, she quickly put both hands behind her back and a red color flew into her cheeks. അപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ ഗ്രാൻഡ് മദർ വന്നെന്താ ഈ ഷോളിലൊക്കെ പൊതിഞ്ഞ് ആ കുട്ടിയെ ഉറക്കുകയാണ്. എന്നിട്ട് ആ ഗ്രാൻഡ് മദർ ആലോചിക്കുകയാണ്, എന്തിനാണ് ദൈവം ഫാദേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത്, ഇങ്ങനെ ഒരു പാവം കുട്ടിയെ ഇങ്ങനെ അടിച്ച് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാൻഡ് മദർ ഫാദറിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, ഇങ്ങനെയാണ്, ഇതിന് വേണ്ടിയാണ്, സർപ്രൈസിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫാദർ എന്ന് കേൾക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല. ഗ്രാൻഡ് മദർ വിചാരിക്കുന്നത് എന്താണ്, പിറ്റേന്നാകുമ്പോൾ കെസി ഇതൊക്കെ മറന്നു പോകുന്നുള്ള വിചാരമാണ് ഗ്രാൻഡ് മദറിന്. പിറ്റേന്ന് കെസിയെ ഫാദറിനെ കണ്ടപ്പോൾ എന്താ ചെയ്തത്, കൈ വിറയിൽ കെട്ടി മുഖം ആകെ ചുവന്നു പേടിച്ചിരിക്കുകയാണ് കെസി. The McDonald's lived next door. They had 5 children. Looking through a gap in the fence, the little girl saw them playing tag in the evening. The father with the baby Mao on his shoulder, 2 little girls hanging on his coat pockets, ran round and round the flower beds, shaking with laughter. Once she saw the boys turned the hose on him, and he tried to catch them, laughing all the time. അപ്പോൾ ആ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മക്ഡൊണാൾഡ്സ് താമസിക്കുന്നത്. മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഫാമിലി താമസിക്കുന്നത്. അപ്പോൾ അവിടെ 5 കുട്ടികളാണ്. അപ്പോൾ കെസി ഒരു ദിവസം ഈ ഫെൻസിൽ കൂടെ, ഈ വേലി കൂടെയൊക്കെ നോക്കിയപ്പോൾ കണ്ടത് എന്താണ്, അവിടെ ടാഗ് എന്ന് പറയുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാദറും കുട്ടികളും എല്ലാം കൂടെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെസി ഇത് കാണുകയാണ്, എല്ലാവരും ചിരിച്ചും എൻജോയ് ചെയ്ത് നോക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്. Then it was she decided there were different sort of fathers. Suddenly one day mother became ill and she and grandmother went to hospital. അപ്പോൾ അന്നാണ് അവർക്ക് മനസ്സിലായത് എന്താണ്, വേറെ തരത്തിലുള്ള ഫാദേഴ്സും ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്ക് വയ്യാതായി, അവളും ഗ്രാൻഡ് മദറും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി. ദ ലിറ്റിൽ ഗേൾ വാസ് ലെഫ്റ്റ് എലോൺ. ആ മദറും ഗ്രാൻഡ് മദറും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ആ പെൺകുട്ടി എന്താ വീട്ടിൽ തന്നെ ഉണ്ട്. The little girl was left alone in the house with Alice, the cook. അപ്പോൾ ലിറ്റിൽ ഗേൾ, നമ്മുടെ പെൺകുട്ടി ആലീസ് എന്ന് പറയുന്ന കുക്കുമായിട്ട് വീട്ടിലാണ് ഇരിക്കുന്നത്. That was all right in the daytime. അപ്പോൾ ഡേ ടൈമിൽ അതൊക്കെ ഓക്കെ ആയിരുന്നു. But while Alice was putting her to bed, she grew suddenly afraid. അപ്പോൾ പക്ഷേ ആലീസ് അവളെ ഉറക്കി ആ സമയത്തൊക്കെ അവൾ ഭയങ്കരമായിട്ട് പേടിച്ചു. What I will do if I have a nightmare, she asked. I often have nightmares and then Granny takes me into her bed. I can't stay in the dark. It all gets whispery. അപ്പോൾ അവൾക്ക് പേടി എന്താണ്, ഞാൻ രാത്രിയാണോ വല്ല ദുസ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ കാണുമായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് മദർ എന്നെ എന്ത് ചെയ്യും, അവരുടെ കൂടെ കൊണ്ടുപോയി കിടത്തും. അപ്പോൾ ഇന്ന് എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യും എന്നുള്ള പേടിയാണ് നമ്മുടെ കെസിക്ക്. You just go to sleep, child, said Alice, pulling off her socks. And don't you scream and wake your poor pa. അപ്പോൾ ആലീസ് പറഞ്ഞത് എന്താണ്, നീ പോയി കിടന്നുറങ്ങും എന്ന് പറഞ്ഞ് സോക്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. വെറുതെ നിലവിളിച്ച് എൻ്റെ പാവപ്പെട്ട ഫാദറിനെ ഉണർത്തരുത്. But the same old nightmare came. The butcher with a knife and a rope, who came nearer and nearer, smiling with a dreadful smile, while she could not move, could only stand still, crying out, "Grandma, Grandma." She woke shivering to see father beside her bed, a candle in his hand. അപ്പോൾ ആ ദിവസവും ആ നൈറ്റ് മെയർ കണ്ട ഒരു ബുച്ചർ ഇങ്ങനെ കയ്യിൽ കത്തിയും കയറുമൊക്കെ ആയിട്ട് വരുന്നു. എന്നിട്ട് അടുത്തടുത്ത് വരുന്നു. നല്ലൊരു ഡ്രെഡ്ഫുള്ളായ പേടിപ്പെടുത്തുന്ന ഒരു ചിരിയൊക്കെ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അവൾ ആ പേടിച്ച് ഗ്രാൻഡ്മ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവൾ എഴുന്നേറ്റ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഫാദർ അവിടെ ഒരു ക്യാൻഡിലുമായിട്ട് നിൽക്കുന്നുണ്ട്. വാട്ട്സ് ദ മാറ്റർ, ഹി സെഡ്. അപ്പോൾ ഫാദർ ചോദിക്കുകയാണ്, എന്താ പ്രശ്നം? ഓ എ ബുച്ചർ, എ നൈഫ്, ഐ വോണ്ട് ഗ്രാനി. ഹി ബ്ലൂ ഔട്ട് ദ ക്യാൻഡിൽ
bent down and caught up the child in his arm, carrying her along the passage to the big bedroom. A newspaper was on the bed. He put away the paper, then carefully tucked up the child. He lay down beside her, half asleep still with the butcher's smile all about her, it seemed. She crept close to him, snuggled her head under his arm, held tightly to his shirt. Then the dark did not matter. She lay still. Here, rub your feet against my legs and get them warm, said father. അപ്പോൾ ഫാദറിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഒരു ബുച്ചർ കത്തി എന്താ എനിക്ക് ഗ്രാനിയെ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫാദർ എന്ത് ചെയ്തു? ക്യാൻഡിൽ അണച്ചിട്ട് ഈ നമ്മുടെ കെസിയെ എടുത്തുകൊണ്ട് പോയി ആ ബിഗ് ബെഡ്റൂമിൽ പോയിട്ട് ന്യൂസ് പേപ്പറൊക്കെ മാറ്റി അവളെ തൻ്റെ അടുത്ത് കിടത്തുകയാണ് ചെയ്തത്. ടയേർഡ് ഔട്ട്, he slept before the little girl. A funny feeling came over her. Poor father, not so big after all, and with no one to look after him. He was harder than grandmother, but it was a nice hardness, and every day he had to work and was too tired to be a Mr. MacDonald. She had torn up all his beautiful writing. She stirred suddenly and sighed. What's the matter? Asked her father. Another dream? Oh, said the little girl, my head on your heart. I can hear it going. What a big hurt you have got, dear father, dear. അപ്പോൾ അവൾ ആലോചിക്കുകയാണ്, ഫാദർ എന്ന് പറയുന്നത്, നമ്മുടെ ഫാദർ എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ദിവസം വർക്ക് ചെയ്ത് തളർന്നാണ് വരുന്നത്. അപ്പോൾ മിസ്റ്റർ മക്ഡൊണാൾഡിൻ്റെ കണക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഫാദർ. അതുമാത്രമല്ല, ഞാൻ ഫാദറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ സ്പീച്ചെല്ലാം കീറിക്കളഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഫാദർ എന്നെ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ അവൾ ആലോചിച്ചൊരു നെടുവീർപ്പൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഫാദർ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം? കാരണം അയാൾ പറഞ്ഞത് എന്താണ്, നിൻ്റെ ഹേർട്ട് ഇപ്പോൾ എൻ്റെ ഹേർട്ടിലാണ്, അപ്പോൾ എനിക്ക് ഇതെല്ലാം കേൾക്കാം എന്നൊക്കെ ഫാദർ പറയുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മുടെ കെസി ചോദിക്കുകയാണ്, വാട്ട് എ ബിഗ് ഹാർട്ട് യു ഹാവ് ഗോട്ട് ഫാദർ ഡിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.